അതുകൊണ്ടാണ് പിശാച് വസിച്ച എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഭയെ നോക്കി വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സാത്താന്റെ സിനഗോഗാണെന്ന്. സാത്താൻ വസിക്കുന്ന ആൾക്കാർ ഒന്നിച്ചുകൂടി ഇത് ക്രിസ്തീയ സഭയെന്ന് പറയുമ്പോൾ യേശു പറയുന്നു, നീ സാത്താന്റെ സിനഗോഗാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം വരുമ്പോൾ, യേശുവിന്റെ വചനം സങ്കീർത്തനം 82:6 യോഹന്നാനില് യേശു അത് എടുത്തു പറയുന്നുണ്ട്. ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ഈ വചനം വന്നെന്നറിയണം. ആദത്തിൻ്റെതായ സ്വഭാവങ്ങളും ആദത്തിൻ്റെതായ ജീവിത രീതികളും ആദത്തിലൂടെ കടന്നു വന്ന പാപവും ശാപവും പിശാചും എല്ലാം ഇറങ്ങിപ്പോയിട്ട് വചനത്താൽ നിറയുമ്പോൾ ദൈവവചനമാരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. നോബഡി ക്യാൻ കം അഗെയിൻസ്റ്റ് വാട്ട് ഈസ് റിട്ടൺ. എഴുതപ്പെട്ട വചനത്തെ, ദൈവത്തിന്റെ വചനമാണ്. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ ഈ വചനങ്ങൾ ഒരു നാളും കടന്നു പോകത്തില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ ഇത് മനുഷ്യന്റെ വചനമല്ല, ഇത് ദൈവരാജ്യത്തിന്റെ വചനങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണ്. ജീവൻ, നിത്യജീവൻ, സ്വർഗരാജ്യം. സ്വർഗരാജ്യം ഈ വാക്കുകളെല്ലാം പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്വർഗീയമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുക. ദൈവരാജ്യം, സ്വർഗരാജ്യം, ജീവൻ, നിത്യജീവൻ, ഇതൊക്കെ ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയിൽ വരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുക. മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ എന്തിനു വേണ്ടി സൃഷ്ടിച്ചെന്ന് അനേകരുടെ വേദപാഠ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്നത് കൊള്ളാം, പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുന്നത് കൊള്ളാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ പഠിച്ചതൊന്നും ഇല്ലെങ്കിൽ എന്ത് കാര്യം? ഞാൻ പഠിച്ച വേദപാഠ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ ദൈവം എന്തിനു സൃഷ്ടിച്ചു? അവൻ അവിടുത്തെ അറിയുവാനും അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ സേവിക്കുവാനുമാണ്. പഠിച്ചു. എന്നാൽ പഠിച്ച ഈ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? 27 വർഷം മുമ്പ് എന്നോട് ചോദിച്ചാൽ അറിഞ്ഞിട്ടില്ല. ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിച്ചിട്ടില്ല. ഈ ദൈവത്തെ ഞാൻ സേവിച്ചിട്ടുണ്ടോ? സേവിച്ചിട്ടില്ല. ദൈവത്തെ അറിയുന്നത് വചനത്തിലൂടെ മാത്രം. വചനമില്ലയോ ദൈവമില്ല. അതല്ലേ യേശു പറഞ്ഞത്? ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ, അതും സമർത്ഥമായി നൽകുവാൻ. ഈ ജീവൻ എവിടെയാണ്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ജീവനാണ്, ആത്മാവും ജീവനുമാണിത്. ഇവിടെയാണ് ജീവൻ. ജീവന്റെ പുസ്തകം എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ എവിടെയോ ജീവനുണ്ടെന്ന് മനുഷ്യർ പറഞ്ഞതിന്റെ പുറകെ നമ്മുടെ ഓട്ടം. റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നു, മനുഷ്യർ മുഴുവൻ നുണയന്മാരാണെന്ന് ദൈവം പറയുകയാണ്. മനുഷ്യർ മുഴുവൻ നുണയന്മാരാണ്, ദൈവം മാത്രമേ സത്യവാനുള്ളൂ. ആ സത്യവാനായ സത്യത്തിന്റെ വചനം കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ആഴമേറി കേൾക്കാൻ പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ. തുറന്ന മനസ്സോടെ കടന്നു വരണമേ. തീർച്ചയായിട്ടും ഇന്ന് വരെ വചനം കേട്ടിട്ടില്ലാത്തവരും വചനം വായിച്ചിട്ടില്ലാത്തവരും, ഒരുപക്ഷെ വചനമൊക്കെ വായിച്ചും പ്രസംഗിച്ചും നടക്കുന്നവർക്കും ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരെ അസ്വസ്ഥപ്പെടുത്താനല്ല ഞാൻ പറയുക, പരിശുദ്ധാത്മാവാണ് അസ്വസ്ഥപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് നല്ലതാണ്. കർത്താവ് നമ്മളെ ഇളക്കണം. നമ്മുടെ ഉള്ളിലില്ല വേണ്ടാത്തല്ല വന്ന് ഇറങ്ങിപ്പോയിട്ട് സത്യം കടന്നു വന്നെങ്കിലേ നമുക്ക് മോചനമുള്ളൂ, നമുക്ക് സൗഖ്യമുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം കൊടുക്കുവാനാണ്, ബന്ധനസ്ഥർക്ക് മോചനം കൊടുക്കുവാനാണ്, അന്ധർക്ക് കാഴ്ച കൊടുക്കുവാനാണ്.
അത് കിട്ടുന്നത് സത്യത്തിൻ്റെ വചനം കടന്നു വരുമ്പോഴാണ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വചനം കേൾക്കാത്തവർ ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാവും സ്വീകരിക്കുവാൻ. പക്ഷേ ഇത് മനുഷ്യൻ്റെ വചനമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം കേൾക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആസ്വദിച്ചിട്ടില്ല. ജീവിതം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റാണ്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ടു ബി എൻജോയ്ഡ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എൻജോയ്മെൻ്റ് അല്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ വലിയ എൻജോയ്മെൻ്റ് ഉണ്ട്. സങ്കീർത്തനം 16:11 പറയുന്നു, there are pleasures in the right hand of God. ദൈവത്തിൻ്റെ കരങ്ങളിൽ വലിയ സന്തോഷങ്ങളുണ്ട്. അതനുഭവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് വരണം. ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കണം. യേശു വന്നത് നമ്മളിൽ നിന്നും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനല്ല. അവൻ്റെ വചനം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് മനുഷ്യനെ നശിപ്പിക്കാനല്ല, മനുഷ്യനെ രക്ഷിക്കാനാണ്. അവൻ വന്നിരിക്കുന്നത് നമ്മളെ മോഷ്ടിക്കുവാനല്ല, നമുക്ക് ജീവൻ നൽകുവാനാണ്. മോഷ്ടിക്കാൻ വന്നത് പിശാച. ദൈവപുത്രനായ യേശു വന്നത് നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും. അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ ആദ്യമായിട്ട് അവൻ വാ തുറന്ന് പ്രസംഗിച്ചത്, ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വചനങ്ങളാണ്, ജീവന്റെ വചസ്സുകളാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കുവാനല്ല, നിങ്ങൾക്ക് ജീവൻ നൽകുവാനാണ്, അതും സമൃദ്ധമായി നൽകുവാനാണ്. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് തെറ്റാണ്. വചനം അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത് ദൈനംദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കുക, സമ്പത്ത് കൂടി അതെങ്ങനെ ചെലവഴിക്കുമെന്ന് അറിയത്തില്ല, ഏറ്റവും സുഖലോലഭനയിൽ വസിക്കുക, മറ്റുള്ളവർ കഷ്ടപ്പെടുക, രോഗങ്ങൾ വരിക, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെ ദുഃഖത്തിൻ്റെ ഒരു ജീവിതം. അതൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി നമ്മൾ അനേക സ്ഥലങ്ങളിലേക്ക് ഓടുന്നു, നേർച്ച കാഴ്ചകളുമായിട്ടും മറ്റു പല വിധത്തിലും. അവസാനം മരിക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മൾ മരിച്ചു പോകും. അതിനുശേഷം നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ പോകും, നമുക്ക് അറിഞ്ഞും കൂടാ. ഇവിടെ വെച്ച് നമുക്ക് ആ ഭയമാണ്, മരണത്തോട് ഭയം, മരിച്ചാൽ എങ്ങോട്ട് പോകും, സ്വർഗം പിന്നെയാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനം പറഞ്ഞതൊന്നുമല്ല. ദൈവരാജ്യം മരിച്ചു കഴിഞ്ഞ് കൈവശപ്പെടുത്താനുള്ളതല്ല. ദൈവരാജ്യം ഇവിടെയുണ്ട്. നീ ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ വെച്ച് യേശു ദൈവരാജ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദൈവരാജ്യത്തിൽ നീ ഇപ്പോൾ പ്രവേശിക്കണം, ഇപ്പോൾ നീ അത് കൈവശപ്പെടുത്തണം. അത് തന്നെയുമല്ല, ഇപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവനും ഇപ്പോൾ ദൈവരാജ്യം കൈവശപ്പെടുത്താത്തവനും പിന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്നാണ് യേശു തരുന്ന സന്ദേശം. മനുഷ്യർ തരുന്ന സന്ദേശം നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. ഇതുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ കേൾക്കുമ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കുവാനോ ഇത് സ്വീകരിക്കുവാനോ ബുദ്ധിമുട്ടുന്നതും ഒരുപക്ഷേ ദേഷ്യം വരുന്നതും. എന്നാൽ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു, ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, ഇവിടെയുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടുക. അവന്റെ വരവിനെ ഒരുക്കുന്നതിന് മുമ്പ് യോഹന്നാൻ മന്ദാനാവെന്ന് പറഞ്ഞു, ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ അവന്റെ ചെരുപ്പിന്റെ ബാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവിന്റെ വരവിലൂടെ ദൈവരാജ്യം കടന്നു വരിക. കാരണം ദൈവം തന്നെയായ ആത്മാവാണ് മനുഷ്യനിലേക്ക് വരുന്നത്. സ്വർഗം ഭൂമിയുമായിട്ട് ഒന്നിക്കുന്ന അവസ്ഥയാണത്. നേരത്തെ സ്വർഗവും ഭൂമിയും ഒന്നിച്ചിരുന്നു. ആദ്യ മാതാപിതാക്കന്മാര് ആദവും ഹവ്വായും ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ജീവിച്ചിരുന്ന കാലത്ത് അവർ യേശുവുമായിട്ട് ഐക്യപ്പെട്ടിരുന്നു. യേശു വചനമാണ്.
ആ വചനമാണ് ജീവന്റെ വൃക്ഷം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞതാ. ആ വചനത്തിൽ ജീവിച്ചപ്പോൾ അവർ സ്വർഗവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരാണ്. അവിടെ നിന്ന് പിശാചിന്റെ വചനം കേട്ട് ദൈവത്തിൽ അവർ ബോധപൂർവം അവിശ്വസിച്ച് ദൈവവചനത്തെ തിരസ്കരിച്ച് പിശാച് പറഞ്ഞത് കേട്ടപ്പോൾ അവർ പിശാചിന്റെ അടിമയായി. ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ഈ ദൈവരാജ്യവുമായിട്ട് നമ്മുടെ പിന്നാലെ വരികയാ പ്രിയപ്പെട്ടവരെ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ ഈ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്നാ പറയുന്നത്. അതുപോലെ മനുഷ്യൻ ഉപേക്ഷിച്ച പോയ, മനുഷ്യൻ തിരസ്കരിക്കുന്ന അനേകർ ദൈവമില്ലെന്ന് പറയുന്നവരുടെ പിന്നാലെയും ഈ ലോകത്തിലെ ഏറ്റവും വിക്കടാണ്, ദുഷ്ടരാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഏറ്റവും ദുഷ്ടത നിറഞ്ഞ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. അവരുടെ പിന്നാലെ വരികയാണ് ദൈവരാജ്യവുമായിട്ട്. ദൈവത്തിന് കൊണ്ട് നമ്മുടെ മുമ്പിൽ ദൈവരാജ്യം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ കൊണ്ട് അത് സ്വീകരിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കത്തില്ല. കാരണം ദൈവം നമുക്കൊരു സ്വതന്ത്ര മനസ്സ് തന്നിട്ടുണ്ട്. ഈ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചാണ് മനുഷ്യൻ ആദ്യം ദൈവരാജ്യത്തെ ഉപേക്ഷിച്ചിട്ട്, ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പിശാചിന്റെ പിന്നാലെ പോയത്. ആ പിശാചിന്റെ പിന്നാലെ പോയ മനുഷ്യരുടെ സന്തതികളാണ് നമ്മളെല്ലാവരും. അവരുടെ പിന്നാലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതാ ദൈവരാജ്യം കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും പിശാചിന്റെ വചനം കേട്ടു പോയവര്, അവരുടെ സന്തതികളായ നമ്മള് ബോധപൂർവം പിശാച് പറഞ്ഞു കേട്ടതും പിശാച് പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ ജീവിതത്തിൽ പരിശീലിച്ചിട്ടുള്ളതുമായ എല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും ജീവന്റെ വിഷമായ ദൈവവചനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് ഒരു കാലത്ത് അവൻ ദൈവരാജ്യത്തിലല്ലായിരുന്നു, അവൻ വലിയ മതത്തിലായിരുന്നു, യഹൂദ മതത്തിലെ അംഗം. അവൻ ദൈവരാജ്യത്തിലെ പൗരന്മാരായ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ. അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ ദൈവരാജ്യത്തിലെ പൗരനായപ്പോൾ അവൻ എഴുതിയ വചനമാണ്, അവനിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയ വചനമാണ് ഫിലിപ്പിയ 3:20. നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. യു ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. ഇവിടെ വെച്ച് പറയുകയാണ്, യു ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ? നമ്മളെ കുറിച്ച് നമ്മൾ പറയും വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ വചനം പറയാണ്, നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ഇപ്പോൾ തന്നെ നീ സ്വർഗത്തിലാണ്. വീണ്ടും പറയുന്നു, നിങ്ങൾ യേശുവിന്റെ അംബാസഡറാണ്, യേശുവിന്റെ പ്രതിനിധികളാണ്. ഇവിടെ ഒരു രാജ്യമുണ്ട്, ഇവിടെ ഒരു രാജാവുണ്ട്, ഇവിടെ ആ സ്വർഗരാജ്യത്തിലെ നിയമങ്ങളുണ്ട്. എല്ലാ രാജ്യത്തിനും നിയമങ്ങളുള്ളതുപോലെ സ്വർഗരാജ്യത്തിന്റെ നിയമങ്ങളാണിത്. അപ്പൊ ഞാൻ ഈ സ്വർഗരാജ്യത്തിലാണ് എന്ന് എനിക്ക് ബോധ്യം വരുന്നത് എങ്ങനെയാ? ഞാൻ സ്വർഗരാജ്യത്തിലെ നിയമങ്ങൾ വേണം പാലിക്കാൻ. അല്ലാതെ പകുതി സ്വർഗരാജ്യത്തിലെ നിയമങ്ങളും പകുതിയൊക്കെ സൗകര്യം പോലെ കണ്ടില്ല കേട്ടില്ല, മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവന്റെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി അവൻ വചനത്തിന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിനോടും സഹകരിച്ചു പോയാൽ നീ സ്വർഗരാജ്യത്തിലാകത്തില്ല. സ്വർഗരാജ്യത്തിലാണോ? സ്വർഗരാജ്യത്തെ നിയമങ്ങളായ വചനത്തിൽ ജീവിക്കണം. ആ സ്വർഗരാജ്യം ആത്മീയമാണ്. ദൈവവും ദൈവത്തിന്റെ രാജ്യവും ആത്മീയമാണ്. യേശുവിനോട് പീലാത്തോസ് ചോദിച്ചു, ഹെരോദോസ് ചോദിച്ചു, നീ രാജാവാണോ? യേശു പറഞ്ഞു, അതെ, നീ പറഞ്ഞല്ലോ അത്, ഞാൻ രാജാവാ. പക്ഷേ എന്റെ രാജ്യം ഈ ലോകത്തിന്റെ അല്ലെന്ന് മാത്രം. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. നീ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഭൂമിയിലെ രാജ്യങ്ങൾ കീഴടക്കുന്നതല്ല, അതിനല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്റെ രാജ്യം ഐതിഹ്യമല്ല, എന്റെ രാജ്യം ആത്മീയമാണ്. വൈ? എന്തുകൊണ്ട്? ദൈവം ആത്മാവാണ്, ദൈവം സൃഷ്ടിച്ച മനുഷ്യരാത്മാക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയമായ രാജ്യമുണ്ട്. അത് ഈ കണ്ണുകൊണ്ട് കാണുവാനോ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനോ സാധിക്കത്തില്ല. ഇവിടെയാണ് ആത്മാവിൽ ജനിച്ചവർക്ക്, വീണ്ടും ജനിച്ചവർക്ക്, ആത്മീയമായ കണ്ണുകൾ തന്നിട്ടുള്ളവർക്കേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഞാനും രക്ഷിക്കപ്പെട്ട സമൂഹവും ആത്മീയരാണ്. ആ ആത്മീയരായിട്ടുള്ളവര്, ആത്മാവിൽ ജനിക്കുന്നവര് ആത്മീയമായ ഒരു രാജ്യത്തിലുണ്ട്.
ആ ആത്മീയമായ രാജ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ആ ആത്മീയ രാജ്യത്തിൽ ആത്മാവിൽ ജനിച്ച് എന്നാൽ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കുന്നു മാത്രം. ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവൻ ദൈവരാജ്യത്തിലെ അംഗമാണ്. യേശുവിന്റെ ശിഷ്യന്മാരാണ്. ആ യേശുവിന്റെ ശിഷ്യന്മാര് വചനപ്രകാരം ജീവിക്കുന്നവരാണ്. അവര് ഒരേ സമയത്ത് 2 തലങ്ങളിൽ വസിക്കുന്നു. 2 തലങ്ങൾ. ഒന്ന്, അതിപ്രധാനമായിട്ടുള്ളത് അവർ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവർ ആത്മാക്കളായതുകൊണ്ട് ആത്മാവായ മനുഷ്യൻ ആത്മാവായ രാജ്യത്തില് ദൈവരാജ്യത്തിലാണ്. എന്നാൽ അവനെ ഒരു ശരീരത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഉടുപ്പാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ സ്വർഗരാജ്യത്തിലെ ഈ പൗരൻ ഈ ഭൂമിയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഉടുപ്പാകുന്ന ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്നു. ഒരേ സമയത്ത് ഭൂമിയിൽ നടന്നു നീങ്ങുന്നെങ്കിലും ആ സമയത്തും എൻ്റെ ആത്മാവിൽ ഞാൻ സ്വർഗരാജ്യത്തിലാണ്. എനിക്ക് സ്വർഗവുമായിട്ട് ബന്ധപ്പെടാം. ദൈവം എന്നോട് സംസാരിക്കുന്നു. എനിക്കത് കേൾക്കുവാൻ സാധിക്കും. ആ ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യും. എന്തു കാര്യമായാലും, ബിസിനസ് ആയാലും, കൃഷിയായാലും, കുടുംബജീവിതമായാലും, ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയായാലും, ഇപ്പം നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്ത് പ്രസംഗിക്കണം, ഏത് വചനം, ഏത് വിഷയം സംസാരിക്കണം, ഇതെല്ലാം കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ പലർക്കും കേട്ടിട്ട് മനസ്സിലാകാൻ സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇത് സത്യമാണ്. നമ്മളെ വിളിച്ചത് ഇവിടെ യേശു കൊണ്ടുവന്ന ഈ രാജ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുവാനാണ്. അങ്ങനെ ഇവിടെ നമ്മളായിരുന്നുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിലെ ജോലികൾ ചെയ്യുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മളെ ഈ ശരീരം മാറ്റി നമ്മൾ വീണ്ടും നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ പിതാവിനെ കാണാൻ വേണ്ടി പോകും. അതുകൊണ്ട് മരണം ഒരു നേട്ടമാണ്. മരണം സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയാണ്. മരണം നമുക്ക് ഭയപ്പെടാനുള്ളതല്ല. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ആരെന്ത് പറഞ്ഞാലും എനിക്കറിയാം ഞാൻ മരിക്കുന്ന നിമിഷം സ്വർഗത്തിലായിരിക്കുമെന്ന്. കാരണം ഇപ്പം തന്നെ സ്വർഗത്തില. പിന്നെ പോയിട്ട് ഈ ശരീരമാണ് ഒരു തടസ്സം. ഈ ശരീരം അങ്ങ് പോയി കഴിഞ്ഞാൽ സ്വർഗത്തില. ഈ സത്യം മനസ്സിലാക്കാൻ അനേകർക്ക് സാധിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ കാണുന്ന എഫേസോസിലെ സഭ. എഫേസോസിലെ സഭയോട് എന്താണ് എഴുതിയിരിക്കുന്നത്? എഫേസോസിന്റെ 2-ാം അധ്യായം 8-9 വചനങ്ങൾ വായിച്ചാൽ കാണാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. നിങ്ങളുടെ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല. അത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ആരും അഹങ്കരിക്കണ്ടെന്ന്. അപ്പോൾ അവിടെ ആ വചനം വായിക്കുമ്പോൾ ഒന്നാമത്തെ സത്യം പറയുന്നു, എഫേസോസിലുള്ള സഭയിൽ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞു. സാത്താന്റെ അടിമത്തത്തിൽ നിന്നും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, നരകത്തിൽ നിന്നുമൊക്കെ അവർ മോചനം പ്രാപിച്ച് അവരിപ്പോൾ ഇവിടെയുള്ള സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടതാണ്. രണ്ടാമത് പറയുന്നത്, നീ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? നീ രക്ഷിക്കപ്പെട്ടത് വിശ്വാസം വഴി. ഏത് വിശ്വാസം വഴി? വചനത്തില്, യേശുവാകുന്ന വചനത്തിലുള്ള വിശ്വാസം വഴി. ആ വിശ്വാസം വഴി നീ എന്ത് സ്വീകരിച്ചു? ദൈവത്തിന്റെ കൃപ സ്വീകരിച്ചു. യു ആർ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. കൃപ, ഗ്രേസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഒരു വാക്കിൽ നിന്ന് കാരിസ്മ. അനേകർക്ക് ഇറിറ്റേഷൻ വരുന്ന ഒരു വാക്കാണ് കാരിസ്മ. അതൊരു ഗ്രീക്ക് വാക്കാണ് കാരിസ്മ എന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ് ഫേവർ. നീ അർഹിക്കാത്ത ഒരു ഫേവർ. നിനക്ക് എനിക്കും അതിന് അർഹതയില്ല. അങ്ങനെ അർഹതയില്ലാത്ത ഒരു സംഗതി കർത്താവ് നമുക്ക് തന്നിരിക്കുക. എന്നിട്ട് പറയുന്നു അത് ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഗിഫ്റ്റ്, ദാനം എന്ന് പറയുന്നത് നമ്മൾ വിലയ്ക്ക് മേടിക്കുന്നതല്ല. ഒരു ഗിഫ്റ്റ്, ഉദാഹരണമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, ഉദാഹരണമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ഞാൻ തരണമെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടണം. ഐ ഹാവ് ടു മേക്ക് ആൻ ഓഫർ. ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വന്ന് എടുക്കാം. അവർ ഓഫർ ചെയ്തു. എന്നാൽ ഈ ഓഫർ
നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം തീർച്ചയായും ടി വിയിലൂടെ എടുക്കാൻ പറ്റത്തില്ല. ഇനി എന്നോട് എഴുതി ചോദിക്കണം. അപ്പോൾ നിങ്ങളിത് വന്ന് കൈവശമാക്കാത്തത്തോളം കാലം ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആകുന്നില്ല. അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് ആകുന്നത്, ഒരു ദാനമാകുന്നത്, അത് നൽകേണ്ടവൻ ആദ്യം നമുക്കൊരു ഓഫർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? അത് വന്ന് ഫ്രീ ആയിട്ട് വന്ന് സ്വീകരിക്കണം. ഇനി ഇത് സ്വീകരിച്ചതിന് ശേഷം ഇതിന് എത്ര രൂപ വിലയാണോ ആ വില കൊടുത്ത് മേടിച്ചാൽ അത് ഗിഫ്റ്റല്ല, അത് നിങ്ങൾ വിലയ്ക്ക് മേടിച്ചതാ, അത് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. കാരണം നീ കൊടുക്കുന്ന കാശ് അനുസരിച്ച് ഇത് നിനക്ക് അവകാശപ്പെട്ടതാ. അപ്പം അത് ഗിഫ്റ്റ് ആകുന്നില്ല. ദൈവരാജ്യം ഒരു ഗിഫ്റ്റാന്ന് പറയുമ്പോൾ നിനക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല, കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല, നേർച്ച കാഴ്ചകൾ നടത്തി മേടിക്കാൻ പറ്റത്തില്ല, ഉപവാസപ്പാസ് നടത്തി കിട്ടത്തില്ല, ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ വെച്ച് കിട്ടത്തില്ല. നിന്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും കിട്ടത്തില്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവം നിനക്ക് സൗജന്യമായിട്ട് ദാനമായിട്ട് നൽകിയിരിക്കുന്ന. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടണമെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളത് സ്വീകരിക്കണം. യാതൊരു വിലയും കൊടുക്കാതെ ദൈവം ഫ്രീ ആയിട്ട് തരുന്നു, ഫ്രീ ആയിട്ട് സ്വീകരിക്കുക. അതെങ്ങനെ സ്വീകരിക്കുന്നു? അതിൻ്റെ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനെ നിങ്ങൾ എപ്പോൾ സ്വീകരിക്കുന്നുവോ ദൈവരാജ്യം കടന്നു വരുന്നു. യേശു എവിടെയുണ്ട്? ഇതാ വചനം. അവൻ്റെ നാമം ദൈവവചനമാണ്. ഈ ദൈവവചനപ്രകാരം നിങ്ങൾ ജീവിക്കാനായിട്ട് തീരുമാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആരെല്ലാം നിങ്ങൾക്കെതിരെ വന്നാലും, നിങ്ങളെ ഉപേക്ഷിച്ചാലും, നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, നിങ്ങളെ കളിയാക്കിയാലും, നിങ്ങളെ പുറത്താക്കിയാലും നിങ്ങൾക്ക് കിട്ടിയ ഈ നിധി നിങ്ങൾ മുറുകെ പിടിച്ചോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലാണ് ഇപ്പോൾ. പിന്നെ ദൈവരാജ്യമുണ്ട്. അതേസമയത്ത് മനുഷ്യനെ ഭയപ്പെട്ടിട്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചോണ്ട് ഇത് ഉപേക്ഷിച്ചാൽ ദൈവരാജ്യമില്ല. ദൈവരാജ്യം കൈവശപ്പെടുത്തുന്നത് 1 യോഹന്നാൻ 5 പറയുന്നു, ദൈവം നമുക്ക് ദൈവരാജ്യം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി കഴിഞ്ഞു. നൽകുമായിരിക്കുമെന്നല്ല, നൽകി കഴിഞ്ഞു. ആ ജീവൻ തന്റെ പുത്രനായ യേശുക്രിസ്തുവിലാണ്. ആര് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയോ അവർ ദൈവരാജ്യം സ്വന്തമാക്കിയിരിക്കുന്നു. ആര് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടില്ലയോ അവർ ദൈവരാജ്യം സ്വന്തമാക്കിയിട്ടില്ല. അപ്പോൾ ദൈവം നമുക്ക് തരാത്തതല്ല. ദൈവം 2000 വർഷം മുമ്പേ നിങ്ങൾക്ക് നിത്യമായ ജീവിതം തന്നു കഴിഞ്ഞു. പക്ഷെ അത് സ്വീകരിക്കാതെ അനേകർ ഈ ലോകത്തിൽ ജീവിക്കുന്നു, അനേകർ ഈ ലോകം വിട്ടു പോകുന്നു. ആരുടെ കുഴപ്പമാ? നമ്മൾ തന്നെ തള്ളിക്കളയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് എളിമയോടുകൂടി കർത്താവിന് മുമ്പിൽ നിങ്ങളായിരിക്കുന്ന മുറിയിൽ ഇന്ന് നിൽക്കാമെങ്കിൽ ആരും കാണുന്നില്ല, നിങ്ങളും ദൈവവും മാത്രമേ അവിടെയുള്ളൂ. ഒന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തി പറയാൻ പറ്റുമോ? കർത്താവെ, എത്രയോ വർഷമായിട്ട് അങ്ങ് അനേകരെ എൻ്റെ പക്കലേക്ക് അയച്ചു. ഞാൻ അവരെ എല്ലാം ദേഷ്യപ്പെട്ടും തെറി പറഞ്ഞും ഓടിച്ചു വിട്ടില്ലയോ? ആ വ്യക്തികൾ ആരുമായിരുന്നാലും ആ വ്യക്തികളിലൂടെ ദൈവമാണ് നിങ്ങളുടെ അടുക്ക് കടന്നു വന്നത്. ഇന്ന് ഈ ടെലിവിഷനിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരുപക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളണം, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനിലൂടെ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. 2000 വർഷം മുമ്പ് ഒരു കഴുതപ്പുറത്ത് ജെറൂസലം പട്ടണത്തിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തിയ യേശു ഈ കഴുതയിലൂടെ നിങ്ങളോട് യാചിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുക. ഇതാ ദൈവരാജ്യം സൗജന്യമായിട്ട് നിന്റെ അടുക്കലുണ്ട്. വർഷങ്ങൾ ഉപേക്ഷിച്ച് കാണും, ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ച് ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. കർത്താവ് ഇപ്പം നീ കാണിച്ചു തരുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് 70, 80 വയസ്സായവർ, കഴിഞ്ഞ 10-30 വർഷമായിട്ട് കർത്താവിനെ ഉപേക്ഷിച്ച് ഇതെല്ലാം മാറ്റിവെച്ച ഏതാണ്ട് 70, 80 വയസ്സുള്ളവർ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഒരു പക്ഷേ കർത്താവ് ഇപ്പം പറയുക, ഇതാ ഈ അവസാന മണിക്കൂറിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക ഈ വചനത്തിന് മുമ്പിൽ. പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടെ കൂടാനല്ല വിളിക്കുന്നത്, എൻ്റെ കൂടെ കൂടുകയും വേണ്ട, യേശുവിൻ്റെ കൂടെ കൂടുക. യേശുവിൻ്റെ കൂടെ, എൻ്റെ കൂടെയും കൂടണ്ട, ഒരു മനുഷ്യൻ്റെയും കൂടെ കൂടരുത്, യേശുവിൻ്റെ കൂടെ കൂടുക.
അവനെ സ്വന്തമാക്കുന്നവന് നിത്യജീവനുണ്ടെന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ദൈവരാജ്യമില്ല. ദൈവമല്ല നമ്മളെ നരകത്തിൽ വിടുന്നത്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത് നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ എന്ന്. ദൈവമല്ല. യു ആർ മേക്കിംഗ് എ ഡിസിഷൻ. നിങ്ങൾ നിത്യമായിട്ട് എവിടെ ചെലവഴിക്കാൻ പോകുന്നത് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യു ഡു നോട്ട് പ്ലേ വിത്ത് യുവർ ഇറ്റേണൽ ലൈഫ്. കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരട്ടെ. സൗജന്യമായിട്ട് തരുന്ന ഈ ജീവനിലേക്ക് നിങ്ങൾ ജീവിതം ആസ്വദിക്കാനായിട്ട്. എഫേസോസിന്റെ 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് രക്ഷിക്കപ്പെട്ട അവരെ കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നറിയാമോ? ആ സഭയോട് പറഞ്ഞത് നിങ്ങളോടും പറയണം. അവിടെ പറയുന്നത് യേശുക്രിസ്തുവിനോടുകൂടി നമ്മളെ ഉയർപ്പിച്ച് ഇപ്പോൾ തന്നെ നമ്മളെ അവനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എഫേസോസ് 2:6 എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണം? എഫേസോസില് ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ശരീരത്തിലാണെങ്കിലും നിങ്ങളുടെ മരിച്ചു കിടന്ന ആത്മാവ് വചനം കേട്ട് യേശുവിനെ സ്വീകരിച്ചപ്പോൾ, ആ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ജ്ഞാനസ്നാനത്തിലേക്ക് വന്നപ്പോൾ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തോട് ഐക്യപ്പെട്ട് ആദത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ പഴയ മനുഷ്യനെ ആ കുരിശിൽ തറച്ച് കൊന്നിട്ട് യേശുവിനോടുകൂടി നിങ്ങൾ അടക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ യേശുക്രിസ്തുവിനോടുകൂടി നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ യേശുക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് വേണം. എൻ്റെ ആത്മാവ് ഈ സമയം യേശുക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിൽ ഇരിക്കുന്നു, എന്നാൽ ഭൂമിയിൽ ഈ ശരീരത്തിൽ കൂടി ഞാൻ നടക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നതെല്ലാം ഈ വചനപ്രകാരം മാത്രമേ കേൾക്കത്തുള്ളൂ കേട്ടോ. ഈ വചനത്തിലില്ലാത്തൊന്നും സ്വർഗത്തിൽ നിന്ന് തിരിയല്ല. ഈ വചനത്തിന് വിരുദ്ധമായിട്ടൊക്കെ ഉള്ളത് പിശാച് മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരും. വിഷനും കാണും, അത്ഭുതങ്ങളും കാണും, അടയാളങ്ങളും കാണും. മനുഷ്യൻ അവിടെ ഇവിടെ എല്ലാം ഓടും. പക്ഷേ ഈ കാണുന്ന അത്ഭുതങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇല്ലാത്തതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. കാരണം വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. ആ ദൈവമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത്. ആ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളോട് വീണ്ടും മറ്റു പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വെളിപാടുകൾ ലഭിക്കും. തുറന്ന മനസ്സോടുകൂടി കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.